ഞായറാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒരാൾ വിളിച്ചു. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SMS മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു മാഡമാണ് എന്നെ വിളിച്ചത്. ആ മാഡം തെറ്റായൊന്നും പറഞ്ഞില്ല. മാഡം പറഞ്ഞത്, നിങ്ങൾ വിമർശിക്കുന്നതിന് മുമ്പായിട്ട് SMS മെഡിറ്റേഷൻ ചെയ്തു നോക്കുക, എന്നിട്ട് അതിൽ എന്തെങ്കിലും തെറ്റ് കാണുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വിമർശിക്കുക എന്ന് പറഞ്ഞു. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണെന്നും എങ്ങനെയാണ് ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്നും എല്ലാം ഞാൻ വ്യക്തമായി മുൻപേ ഉള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇത് ഞാൻ ചെയ്യുകയാണെങ്കിലും ഇത് തന്നെ സംഭവിക്കൂ. എനിക്കെന്ത് കാണാൻ പറ്റും? ഞാൻ എൻ്റെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന പല ആഗ്രഹങ്ങളും SMS മെഡിറ്റേഷനിലൂടെ എനിക്ക് കാണാൻ പറ്റും. ഇതെന്താ വെച്ചാൽ ഒരു വെർച്വൽ അനുഭവം മാത്രമാണ്, ഇത് സംഭവിക്കുന്നതല്ല. ഓക്കെ, ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെൻ്റൽ ട്രോമ അല്ലെങ്കിൽ മെൻ്റൽ ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരാളെ മെൻ്റൽ ഇമേജറി എന്ന ചികിത്സയിലൂടെ ചികിത്സിക്കാറുണ്ട്. സൈക്കോളജി വിഭാഗവുമായി നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പുള്ളിക്ക് എന്താണോ പ്രോബ്ലം. അതായത് ഒരു ഉദാഹരണം പറയുകയാണ്, ഒരുപാട് കടം ഉണ്ട്, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് വിചാരിച്ചു. അതിൻ്റെ ടെൻഷൻ അനുഭവിച്ച് ഈ പുള്ളി എന്താവുന്നു? ഒരു ഡിപ്രഷനിലേക്ക് എത്തുന്നു. ഈ മെൻ്റൽ ഡിപ്രഷനിലേക്ക് എത്തുമ്പോൾ ഈ പുള്ളിയെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ പുള്ളിയെ ഇതേപോലെ ചികിത്സിക്കുന്ന സമയത്ത് ഈ പുള്ളി എത്തുന്നത് വേറൊരു ലോകത്താണ്. ഈ ലോകത്ത് ഈ പുള്ളിക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല. കടം കൊടുക്കാനുള്ള ആളുകൾ വരെ ഈ പുള്ളിയെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമാറും. നല്ല രീതിയിലായിരിക്കും പെരുമാറുക. പുറം ലോകത്ത് റിയൽ ലൈഫിൽ എന്താണ്? ഈ പുള്ളിയെ നാളെ പൈസ തന്നില്ലെങ്കിൽ നിന്റെ കാര്യം തദൈവാന്നായിക്കും പറയുന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് എല്ലാവരും എന്തൊക്കെയുണ്ട്, സുഖം തന്നെയല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുക. അപ്പോൾ ഈ പുള്ളിയുടെ മെൻ്റൽ ഡിപ്രഷൻ എന്താവും? തനിയെ കുറഞ്ഞു വരും. റിയൽ ലൈഫിൽ അല്ല, ഈ ലോകത്ത്. അപ്പോൾ ഈ പുള്ളിക്ക് എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് ഈ പുള്ളിക്ക് ഈ പ്രശ്നത്തെ തരണം ചെയ്യാനുള്ള മനോബലം കിട്ടും. ഇനി മനസ്സെന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ പാടില്ല, നിങ്ങൾ മനസ്സ് ഉണ്ടോ, പക്ഷെ മനസ്സുണ്ട് എന്ന് പറഞ്ഞില്ലേ. അതൊരു ശൈലിയാണ്, പറയുന്നത് ഒരു ശൈലിയാണ്. അങ്ങനെ മനോബലം കിട്ടിയ ഇയാൾക്ക് ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കും. ഇതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ട് ഡിപ്രഷനിലേക്ക് പോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്നത്. ഇത് 100% നടക്കണമെന്നില്ല, ചില കേസുകളിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ഈ ഒരു സംഭവം പക്ഷെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒരു ലോകത്തേക്ക്, മായാലോകത്തേക്ക് എത്തിക്കാൻ ഈ ഒരു സംഭവം കൊണ്ട് സാധിക്കും. അതിപ്പോൾ ഞാനും SMS മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ എനിക്കും ഇത് തന്നെയാണ് സംഭവിക്കുക. അപ്പം ഞാൻ പറയും, ഞാൻ വിമർശിച്ചതിൽ സോറി, കാരണം ഞാനും ഈ SMS മെഡിറ്റേഷനിലൂടെ എന്ത് കണ്ടു? പല ആളുകളെയും കണ്ടു. ഞാനും പറയും എന്ത്, ഈ സംഭവം ഇങ്ങനെയാണ്, അതുണ്ട് എന്ന് പറയും. ഇത് നമ്മൾ എത്രമാത്രം ഇതിനെ തെറ്റായ രീതിയിൽ പറഞ്ഞാലും ഈ സംഭവം ഉള്ളതാണ്. ഇത് എല്ലാവരും കാണില്ല എന്നല്ല ഞാൻ എൻ്റെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് യാഥാർത്ഥ്യമല്ല എന്നത് മാത്രമാണ്. നിങ്ങൾ കാണുന്നത് നിങ്ങളെ ഉപബോധ മനസ്സിൽ ഉള്ള കാര്യങ്ങളാണ്. പെട്ടെന്ന് ഞാനിപ്പോൾ പറയുകയാണ് ഒരു ആപ്പിൾ എന്ന്. നിങ്ങളെ കയ്യിൽ ഒരു ആപ്പിൾ എന്ന് പറയുകയാണ്, പക്ഷെ നിങ്ങളെ മനസ്സിലേക്ക് വരുന്ന ആപ്പിളിൻ്റെ കളർ ചുവപ്പായിരിക്കും. പക്ഷെ പച്ച കളർ ആപ്പിൾ ഇല്ലേ? ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ്? നിങ്ങൾ സ്ഥിരം കാണുന്നതും ആപ്പിൾ എന്ന് പറയുന്നത്, ആപ്പിളിൻ്റെ കളർ എന്ന് പറയുന്നത് ചുവപ്പാണ്. ആരും പച്ച കളറിലേക്ക് പോവില്ല. ആപ്പിൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മളെ മനസ്സിൽ വരുന്നത് എന്താ? ചുവപ്പ് കളറാണ്. അതുപോലെ അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. അതുപോലെയാണ് എന്ത് ഈ ഒരു സംഭവം. ഉപബോധ മനസ്സിൽ എല്ലാ സംഭവവും ഉണ്ടാവും. ഈ സ്ത്രീ എന്നെ വിളിച്ച മാഡം കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളി ഒരു ശ്രീനാരായണ ഗുരു ഭക്തിയാണ്, പണ്ട് മുതലേ. അതെ,
അപ്പോൾ അവരുടെ സംസാരത്തിൽ അവർ പറയുന്നുണ്ട്, ഞാൻ ഭയങ്കര ഭക്തിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ നേരിൽ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ചോ? സംസാരിച്ചില്ല, എൻ്റെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നിന്നു എന്നേ ഉള്ളൂ. അതന്നെ എനിക്ക് ഭയങ്കര കാര്യമായി, ഞാൻ കൃതാർത്ഥയായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, നല്ല കാര്യം, നിങ്ങളെ മനസ്സിനൊരു സമാധാനം കിട്ടിയല്ലോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ ഇതിനു മുന്നേ, ഇത് ചെയ്യുന്നതിന് മുന്നേ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, എനിക്ക് എന്തോ കരിക്കൽ കോറി എന്തോ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ, സ്ത്രീകൾ കരിങ്കൽ കോറി നടത്തുമെന്ന് എനിക്കറിയില്ല, എങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ കരിങ്കൽ കോറി നടത്തിയപ്പോൾ ഉണ്ടായ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. കരിങ്കൽ കോറി തന്നെയാണോ എന്നറിയില്ല, എന്തോ ഒരു സംഭവം പുള്ളിക്കാരി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഈ SMS മെഡിറ്റേഷൻ തുടങ്ങിയതിന് ശേഷം ഈ പുള്ളിയുടെ സാമ്പത്തികമായിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം മാറി. പുള്ളി ഇപ്പോഴും നല്ല ഹാപ്പിയാണ്, പൈസക്ക് പൈസ, എല്ലാ കാര്യങ്ങളും ഉണ്ട്, സന്തോഷവതിയായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ആ പുള്ളി എന്നോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തു നോക്കൂ. അപ്പം ഞാൻ അവരോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ ചെയ്താലും ഇത് തന്നെയാണ് സംഭവിക്കുക. പ്രോബ്ലംസ് ഉള്ളവർ ചെയ്തു കഴിഞ്ഞാൽ പ്രോബ്ലം മാറിക്കിട്ടും. കാരണം എന്താ വെച്ചാൽ ഇത് ചികിത്സാ രീതിയാണ്. ഞാൻ ഓൾറെഡി പല വീഡിയോകളിലും പറഞ്ഞു, ഇതൊരു ചികിത്സാ രീതിയാണ്. മനോബലം കൂട്ടും. ഏത് മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ആ മെഡിറ്റേഷനിൽ ആത്മാർത്ഥമായി മെഡിറ്റേഷൻ എന്ന് വേണ്ട, ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിൽ ആത്മാർത്ഥമായി വിശ്വസിച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എന്താണോ പ്രോബ്ലം അത് മാറിക്കിട്ടും. കൂടോത്രം ചെയ്യുന്നവർക്ക് പ്രോബ്ലം മാറിക്കിട്ടുന്നില്ലേ? പക്ഷെ കൂടോത്രം ഉള്ളതാണോ? അല്ല. കൂടോത്രം എന്ന് പറയുന്ന സംഭവം സത്യമായിട്ടുള്ള കാര്യമാണോ? മുട്ടേൻ്റെ മുകളിൽ കറുപ്പും ചുവപ്പും എല്ലാം വരച്ചിട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങളെ പ്രോബ്ലം നശിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോബ്ലം എന്താണോ അത് ഇല്ലാതാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആളുകൾ ചെയ്യുന്നുണ്ടത്? പല സ്ഥലത്തും കുഴിക്കുമ്പോൾ മുട്ട കിട്ടുന്നില്ലേ? പക്ഷെ അത് യാഥാർത്ഥ്യമാണോ? അല്ല. പക്ഷെ അതൊരു വിശ്വാസമാണ്. ആത്മാർത്ഥമായി വിശ്വസിച്ച് ആഗ്രഹിച്ച് ചെയ്താൽ അത് നടക്കും. അത് നിങ്ങളുടെ SMS മെഡിറ്റേഷൻ്റെ ഫലോ അല്ലെങ്കിൽ സൺ മൂൺ സ്റ്റാറിൻ്റെ കഴിവോ ഒന്നുമല്ല. അതങ്ങനെ സംഭവിക്കുള്ളൂ. ഒരു കോൺഫിഡൻറ്റ്. ചില ആളുകൾ കാണാം, ഒരു പെന്ന്, ഒരു സ്റ്റൈലിലുള്ള ഒരു പെന്ന് എടുത്തിട്ട് ആ പെന്ന് മാത്രമേ വാങ്ങൂലൂ. അതേ ഇപ്പം ഏതെങ്കിലും ഒരു പെന്ന് എടുക്കുവാണെങ്കിൽ ആ പെന്ന് മാത്രമേ വാങ്ങൂലൂ. അതിൻ്റെ മഷി തീർന്നു കഴിഞ്ഞാൽ അടുത്ത അതേ സ്റ്റൈലിലുള്ള പെന്നാ വാങ്ങുക. കാരണം എന്താ വെച്ചാൽ ഇതിലുകൊണ്ട് എഴുതിയാലേ അയാൾക്ക് എന്ത് സംഭവിക്കൂലൂ, ആ ഒരു കാര്യം എന്താണോ അയാൾ ഉദ്ദേശിക്കുന്നത് അതൊക്കെ നടക്കൂലൂ എന്നുള്ള ഒരു ഇതാണ്. ചെറിയ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, 3 അട്ടി കല്ല് വെക്കും. പരീക്ഷയുള്ള ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു സംഭവമാണ്. ചെറുപ്പത്തിൽ ഞാനും അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പരന്ന കല്ലുകൾ 3 എണ്ണം എടുക്കും, എന്നിട്ട് അട്ടിക്കട്ടിക്ക് വെക്കും. എന്നാൽ പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പാസ്സാവുന്നു. പഠിച്ചാലേ പാസ്സാവുള്ളൂ. പക്ഷേ എന്താ, അത് നമുക്കറിയാം. എന്നാലും ഇത് ചെയ്യും. 3 അട്ടി കല്ല് വെക്കും, എന്നിട്ട് അത് വൈകുന്നേരം ടീച്ചറെ തല്ല് കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. വൈകുന്നേരം വന്നിട്ട് അഥവാ തല്ല് കൊണ്ടുവന്ന് വിചാരിച്ചോ, അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ അത് നോക്കുന്ന സമയത്ത് ഇത് കല്ലട്ടി മറിഞ്ഞു വീണിട്ടുണ്ടാവും. ഇതുകൊണ്ടാണ് എനിക്ക് തല്ലുകൊണ്ടേന്ന് പറയും. ഈ കല്ലട്ടി മറിഞ്ഞു വീണുകൊണ്ടാണ് തല്ലുകൊണ്ടേന്ന് പറയും. അല്ലെങ്കിൽ തല്ലുകൊള്ളൂലായിരുന്നു എന്ന് പറയും. അപ്പോൾ ഒരു വിശ്വാസമാണ്. ഈ ഒരു വിശ്വാസം പോലെ തന്നെയാണ്, ഇതേപോലെ തന്നെയാണ് SMS മെഡിറ്റേഷനും. അതിനെ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കില്ല. പിന്നെ മെയിൻ കാരണം SMS മെഡിറ്റേഷനിലേക്ക് നിങ്ങളെത്താനുള്ള മെയിൻ കാരണം, എന്നെ വിളിച്ചവരോട് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അവസാനം നിങ്ങളുടെ മനപ്രയാസങ്ങൾ കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ധനം നന്നായിട്ട് സാമ്പത്തികമായിട്ട് നിങ്ങൾ ഉന്നതിയിലെത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, നമ്മളെ മനപ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയോ സംഭവിക്കാനുണ്ട്. അതൊന്നും കൃത്യമായിട്ട് എനിക്ക് വിശദീകരിച്ച് പറയാൻ അറിയില്ല. അതിലെന്തൊക്കെയോ സംഭവിക്കാനുണ്ട്. അതൊക്കെ മാറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ധനം കുമിഞ്ഞുകൂടുമെന്ന് SMS മെഡിറ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു, ഗുരുജി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് മെയിൻ ആളുകൾ. ഒരുപാട് ആളുകൾ ഇതിലേക്ക് ചാടി വീഴാനുള്ള കാരണം സാമ്പത്തികമായി നല്ല ഉന്നതിയിലെത്തുന്നു. ഈ MLM പോലുള്ള മാർക്കറ്റിംഗ് കമ്പനികളിൽ പോയിട്ട്, ഈ മണി ചെയിൻ പോലുള്ള മാർക്കറ്റിംഗ് കമ്പനികളിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വീഴാനുള്ള കാരണം ഇവരൊരു മീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് സാമ്പത്തികമായി ഉന്നതിയിലെത്തിയവരെ ഇങ്ങനെ സ്റ്റേജിൽ പെർഫോം ചെയ്യും.
ഇതിന് പകരം ഗുരുജി എന്ത് പറയുന്നത്, സാമ്പത്തികമായി ഉന്നതിയിലെത്തും, എന്നെ കാണും, ഞാനിപ്പോൾ സാമ്പത്തികമായി ഉന്നതിയിലെത്തിയില്ലേ എന്നൊക്കെയാണ് പറയുക. ഒരുപാട് ആളുകളെ നിങ്ങൾ നോക്കൂ, വന്നില്ലേ, ഇതാ സാമ്പത്തികമായി ഉന്നതിയിൽ എത്തിയില്ലേ എൻ്റെ ഒപ്പം വന്ന ആളുകളിൽ നിന്ന്. ആ പുള്ളി വിളിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോഴാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് എത്തുന്നത്. ഇതിൽ കുട്ടികളും പെടുക. ഇപ്പോഴൊരു കുട്ടിയുടെ വീഡിയോ ഞാൻ കണ്ടു. ആ കുട്ടി സ്വപ്നം കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ദിവസത്തിനകം മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്നുള്ളത്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്നുള്ളത് ഈ നാട്ടിലെ ഏത് കൊച്ചു കുട്ടിക്കും അറിയാം. ഇന്ത്യയിൽ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം മുല്ലപ്പെരിയാർ ഡാം ഇന്നോ നാളെയോ പൊട്ടുന്നു. അതിന് 100 ദിവസമൊന്നും കാത്തു നിൽക്കണ്ട, നല്ലൊരു ഭൂകമ്പം വന്നാൽ അത് പൊട്ടും. കാരണം അതിന് അത്രേ ശേഷിയുള്ളൂ. അപ്പോഴാണ് ഇത് SMS മെഡിറ്റേഷനിലൂടെ കൃഷ്ണ ഭഗവാൻ കാണിച്ചു തന്നു എന്ന് കുട്ടി പറയുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്തിനാലും കാലാവസ്ഥാ നിരീക്ഷകർ ചില സമയത്ത് പറയും മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന്. അതായത് മഴക്കാലമാണ്, ഒന്നൊക്കെ പെയ്യും അല്ലെ പെയ്യാതിരിക്കും, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അവരെങ്ങനെയാ പറയാ, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്, എന്നാലോ നമ്മൾ രക്ഷപ്പെടും. ചില ഡോക്ടർമാർ ഓപ്പറേഷൻ ഈ രോഗി രക്ഷപ്പെടാനും രക്ഷപ്പെടാതിരിക്കാനും സാധ്യതയുണ്ട്. നമ്മളാൽ കഴിയുന്നതൊക്കെ ചെയ്യും, ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാന്ന് പറയും. പിന്നെ ഇവര് കുത്തിരുന്ന് ചില സിനിമയിലൊക്കെ കാണാം, ആടെ ആശുപത്രി കോമ്പൗണ്ടിലുള്ള വിഗ്രഹത്തിന്റെ മുമ്പ് പോയി പാട്ടും ഭജനയെല്ലാം ചെയ്യുമ്പോൾ ഇയാൾ രക്ഷപ്പെടും. ഇതൊക്കെ ഒരു വിശ്വാസം മാത്രമാണ്. ഇതൊന്നും സംഭവിക്കണം എന്നില്ല. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം, ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാം. ഇങ്ങനെ സംഭവിച്ചാൽ പറയും അയാൾ പാവിയാണ്, അതുകൊണ്ടാണ് അയാൾ മരിച്ചുപോയത്, അത് ദൈവം കൊടുത്ത ശിക്ഷയാന്ന് പറയും. ഇനി രക്ഷപ്പെട്ടാലോ, കണ്ടാ ദൈവത്തിന്റെ കഴിവ്, കണ്ടാ ദൈവത്തിനെ പ്രാർത്ഥിച്ചപ്പോൾ രക്ഷപ്പെട്ടു എന്ന് പറയും. ഇതേ സംഭവം ഇതുണ്ടോ ഇല്ലയോ എന്നല്ല നമ്മളുടെ പ്രശ്നം. നമ്മളുടെ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ SMS മെഡിറ്റേഷനെ എങ്ങനെ പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാവില്ല. കാരണം അവരനുഭവിക്കുന്നത് അവരെ കൺമുന്നിൽ അനുഭവിക്കാന്നേ. അവരെ കൺമുന്നിൽ അവരനുഭവിക്കുക. അവരെ കൃഷ്ണനെ കാണുന്നുണ്ട്. ഈ കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാ രവിവർമ്മ വരച്ചതാണ്. അതൊക്കെ ഞാൻ കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞതാണ്. പല ദൈവങ്ങളുടെ രൂപവും പല ചിത്രകാരന്മാർ വരച്ചതാണ്. രാജാ രവിവർമ്മ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ വെച്ചിട്ടാണ് ദേവികളുടെ മൊത്തം പോർട്രേറ്റ് ഉണ്ടാക്കിയെന്നുള്ളൊരു സ്റ്റോറി ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മുഖം ഇതിൽ നിന്ന് വന്നതാണ്. ദേവിമാരുടെ മുഖം തെച്ചു ഒരു മോഡലിനെ വെച്ചു, പ്രോസ്റ്റിറ്റ്യൂട്ടാണ്, അവർക്ക് ഇത്ര പൈസ ഒരു ദിവസം വെച്ച് കൊടുത്തിട്ടാണ് ഇത് വരച്ചതെന്നുള്ളൊരു സ്റ്റോറി ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴെന്താ, ഇതിൽ മോശം എന്നല്ല പറയുന്നത്, പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ദേവി ദേവന്മാരുടെ രൂപവും പ്രതിമയും ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നത്, ദിവസവും പ്രാർത്ഥിക്കുന്നത്. ഇതൊന്നും മോശം എന്നല്ല, അതൊരു കോൺഫിഡൻ്റ് ആണ്, ആത്മബലം കിട്ടുന്ന ഒരു കാര്യമാണ്. അത് വേണ്ടാന്നും അല്ല പറയുന്നത്, അതിനൊന്നും എതിർക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ആത്മബലം, ഉപബോധ മനസ്സിലൊരു നല്ലൊരു കോൺഫിഡൻറ്റ് കിട്ടുന്ന ഒരു സംഭവമാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ അതിങ്ങനെ വന്നതാണ്. ഇതൊന്നും യഥാർത്ഥമല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ചില മേഡം പറഞ്ഞു എന്നോട്, നിങ്ങളിങ്ങനെ അതിനെക്കുറിച്ചിട്ട് ഒരുപാട് ലക്ഷോപലക്ഷക്കണക്കിന് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിനെ എതിർത്ത് പറയരുത്. ഞാൻ പറഞ്ഞു മേഡം, ഞാൻ എതിർത്ത് പറഞ്ഞതല്ല, ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പം ഞാൻ ഈ പറയുന്ന ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും എല്ലാവർക്കും ഇത് കാണാൻ പറ്റും, എല്ലാവർക്കും ഇത് അനുഭവിക്കാൻ പറ്റും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്താണ്, ഇതൊരു വെർച്വൽ അനുഭവമാണ്. നമ്മളെ ഉപബോധ മനസ്സ് നമുക്ക് തരുന്ന ഈ ബ്രെയിനും ഉപബോധ മനസ്സൊക്കെ കൂട്ടിയിട്ട് നമുക്ക് തരുന്ന ഒരു സംഭവമാണ് അത്. ചില സ്ഥലങ്ങളിൽ നമ്മൾ പെട്ടെന്ന് പോവാണ്, ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ ഇതുവരെ പോകാത്ത ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മളെ മനസ്സ് അല്ലെങ്കിൽ നമുക്ക് തോന്നും, ഇവിടെ ഞാൻ എപ്പോഴോ വന്നിട്ടുണ്ടല്ലോ, ഈ ഏരിയ എനിക്ക് നല്ല പരിചയം ഉണ്ടല്ലോ എന്നുള്ള ഒരു തോട്ട് നമ്മളെ മനസ്സിലുണ്ടാവും. അതൊക്കെ ബ്രെയിൻ ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള, അതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് ഞാൻ പോകുന്നില്ല, ബ്രെയിൻ ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ഒരു സംഭവമാണത്. അത് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ പോയിട്ടില്ല. അപ്പോഴാണ് അവിടെ എന്ത് വരുന്നത്, ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നീ ഈ നാട്ടിലായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക എന്നുള്ളൊരു നോർമൽ ടോക്ക് നമ്മളെ കൂട്ടുകാരെങ്കിലും പറയുന്നുണ്ടാവും, അല്ലെ ബന്ധുക്കളാരെങ്കിലും പറയുന്നുണ്ടാവും. അപ്പോഴാണ് നമ്മൾ പറയുക, കണ്ട കഴിഞ്ഞ ജന്മമുണ്ട്, ഞാൻ ഈ നാട്ടിൽ ആരോ ആയിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു തോന്നൽ വന്നതെന്നുള്ള. അതൊക്കെ ബ്രെയിൻ ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള
ഒരു ചിന്താഗതി മാത്രമാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. പിന്നെ ചില ആളുകൾ പറയും ഈ ഭൂമിയിലുള്ള മൊത്തം സ്ഥലവും അതിനെക്കുറിച്ച് പഠിക്കാനോ ആടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതൊന്നും മനുഷ്യന് ഇതുവരെ സാധിച്ചിട്ടില്ല. ആകാശത്ത് ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ളത് മനുഷ്യന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, ഈ ശാസ്ത്രം, ഈ സയൻസ് എന്നൊക്കെ പറയുന്നത് പല രീതിയിലുണ്ട്. ഭൗതിക ശാസ്ത്രമുണ്ട്, ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മണ്ണ് കുഴിച്ചെടുക്കുന്ന അതും സയന്റിഫിക് തന്നെയാണ്. ഇലക്ട്രോണിക്കലായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന അതും ശാസ്ത്രം തന്നെയാണ്. പല രീതിയിലുണ്ട്. ഇതിന് പല വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും എല്ലാ പറയുന്നതും ശരിയെന്ന് ഞാനും പറയുന്നില്ല. ചില കാര്യങ്ങൾ അത് കണ്ടെത്തുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇന്നൊരാൾ ഇതൊരു സംഭവം കണ്ടെത്തി. നമ്മൾ പണ്ട് പറഞ്ഞിരിക്കുന്നത് സൂര്യൻ ഇങ്ങനെ സ്റ്റേബിളായി നിൽക്കുന്ന ഒരു സംഭവമാണ്, അതിന് ചുറ്റും എന്താണ് ഈ ഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷെ അത് മാറി. ഇപ്പോഴും സൂര്യനും ഗ്രഹങ്ങളും എല്ലാം ഒരു ദിശയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ചുറ്റുമാണ് ഇത് കറങ്ങുന്നത്. ഇത് കറങ്ങുന്നതുകൊണ്ട് ഇതിങ്ങനെ സഞ്ചരിക്കുന്നുമുണ്ട്. നമ്മുടെ ഭൂഖണ്ഡങ്ങൾ ചലിക്കുന്നുണ്ട്. പണ്ട് വിചാരിച്ചിരുന്നത് ഇതൊന്നും ചലിക്കുന്നില്ല, ഇതൊക്കെ സ്റ്റേബിളായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കടലിൻ്റെ മുമ്പിൽ. ഭൂഖണ്ഡങ്ങൾ ചലിക്കുന്നുണ്ട്. ഇതൊക്കെ മാറി മറിഞ്ഞു വരും. ശാസ്ത്രം, സയൻസ് എന്ന് പറയുന്നത് അത് കണ്ടുപിടിക്കുന്നതല്ല. ഇന്നത്തെ അവസ്ഥ എന്താ അതാണ് അത് പറയുന്നത്. അത് നാളെ മാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുതിയൊരു ആൾ അതിനെക്കുറിച്ചിട്ട് ഗവേഷണം ചെയ്ത് അതിൽ അപ്ഡേഷൻസുകൾ വരുത്താം. ഇത് സത്യം എന്നല്ല പറയുന്നത്. പണ്ട് ഒരു 1990 നമുക്ക് ഇതുപോലെ ഒരു ഫോണിൽ വിളിക്കാൻ സാധിക്കും, അങ്ങ് അമേരിക്കയിലുള്ള ആളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? പക്ഷെ എന്നാൽ ഇന്ന് നമുക്കറിയാലോ അത് ഇങ്ങനെ വിളിക്കാൻ പറ്റുന്നുള്ളത്. അന്ന് ഒരാൾ ഇത് കണ്ടെത്തിയിട്ട് നമ്മളോട് വന്ന് പറയുന്നതാ, ഞാൻ അമേരിക്കയിലുള്ള ഒരു സുഹൃത്തിന് ഈ ഒരു ഫോൺ കൊടുക്കുന്നു, എന്നിട്ട് നമ്മളെടുക്ക വന്നിട്ട് നമ്മളോട് പറയുന്നത് ഇതാ നമുക്ക് വിളിക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സയൻസാണ്. സയൻസ് മൂലം ഞാൻ കണ്ടെത്തിയൊരു സംഭവമാണ്. എനിക്ക് അമേരിക്കയിലുള്ള എൻ്റെ സുഹൃത്തിനെ വിളിച്ച് സംസാരിക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കുമോ? ഇല്ല. പക്ഷെ ഇന്നോ അത് സാധ്യമാണ്. അതുപോലെ തന്നെയാണ് സയൻസിൻ്റെ കാര്യം. അത്രയേ ഉള്ളൂ. നമ്മൾ ഫോട്ടോ എടുത്ത് അല്ലെ വീഡിയോ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇടാൻ പറ്റുന്നൊക്കെ, അന്ന് യൂട്യൂബ് എന്താണെന്ന് പോലും ആളുകൾക്ക് അറിയില്ല. അതിലിടാൻ പറ്റുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പൈസ വരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ? ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് അത് മാറി. അപ്ഡേഷനുകൾ ഇനി പലതും വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഇത്രയും മാറി നിൽക്കുന്ന സമയത്താണ് നമ്മൾ എവിടത്തേക്ക് പോകുന്നേ. പണ്ട് പുരാണങ്ങളിൽ ഷഡയോഗിയും മറ്റേ ഈ ഇങ്ങനെയുള്ള യോഗ, ഒരുപാട് തരത്തിലുള്ള 8 തരത്തിലുള്ള അങ്ങനത്തെ യോഗ ഉണ്ട് ക്ലാസ്സുകൾ. ഈ യോഗയിൽ പറഞ്ഞിട്ടുള്ള ഏതോ ഒരു പോയിന്റ്, മെന്റൽ ഇമേജറി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തിട്ട് അത് SMS മെഡിറ്റേഷൻ ആണെന്ന് പറഞ്ഞിട്ട് അതിലൂടെ പ്രപഞ്ചാണ്. ഞാൻ പറഞ്ഞു, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പ്രപഞ്ചമല്ല, പരബ്രഹ്മാണ് ഏറ്റവും വലുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹിന്ദുക്കളെ കളിയാക്കുമല്ലേ ഈ SMS മെഡിറ്റേഷൻ്റെ ആൾക്കാർ പറയുന്നത്? ഹിന്ദു ധർമ്മത്തിനെയും വേദങ്ങളെയൊക്കെ കളിയാക്കുമല്ലേ? വേദങ്ങളിൽ പറയുന്നതോ പരബ്രഹ്മാണ് ഏറ്റവും വലിയ സംഭവം എന്നുള്ളത്. അപ്പോൾ ആ വേദത്തിന് എതിർക്കുമല്ലേ? പ്രപഞ്ചം എന്നൊക്കെ പറയുന്നത് ഈ പരബ്രഹ്മത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ്. പ്രപഞ്ചത്തിൽ ഒന്നുമില്ല, പ്രപഞ്ചത്തിന് ഒരു കഴിവുമില്ല. ഇവരെ സൃഷ്ടിച്ച ഒരു സാധനമാണ്. ഞാനൊരു ടേബിൾ ഉണ്ടാക്കി, കൊത്തുപണിയെല്ലാം എടുത്തിട്ട് ഞാനൊരു ടേബിൾ ഉണ്ടാക്കി. ആ ടേബിളിൻ്റെ മുകളിൽ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ അടുക്കി വെക്കാൻ പറ്റൂ. ഈ ടേബിളിന് സ്വയം എല്ലാം ചെയ്യാൻ പറ്റില്ല. ഈ ടേബിളിന് ഈ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ എടുത്തിട്ട് ഇപ്പുറം വെക്കാനും ഈ മൊബൈൽ എടുത്ത് അപ്പുറം വെക്കാനൊന്നും ടേബിളിനാവില്ല. ഞാൻ സൃഷ്ടിച്ചൊരു സാധനത്തിന് എന്താ ഉണ്ടാവുമല്ലോ, അതിൻ്റെതായ എന്നെ കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന സാധനത്തിനെ സൃഷ്ടിച്ചത് പരബ്രഹ്മ എന്ന് വേദത്തിൽ പറയുന്നു. അപ്പൊ പിന്നെ ഈ പ്രപഞ്ചമാണ് ഭയങ്കര സംഭവം എന്ന് പറയുന്നത് തന്നെ തെറ്റല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. പ്രപഞ്ചമാണ് എല്ലാം എന്ന് പറയുന്നത് തെറ്റല്ലേ? പ്രപഞ്ചത്തിൽ കോടാനുകോടി സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഈ വേദത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇതിനെ കാട്ടി അപ്ഡേഷൻ ഇപ്പോൾ വന്നു കഴിഞ്ഞു. അത് മാത്രമൊന്നല്ല, അതിനെക്കാട്ടിയും കൂടുതൽ ഉണ്ട് എന്ന് സയൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഈ വേദത്തിൽ പറയുന്നതിനെക്കാട്ടിയും കൂടുതൽ ഉണ്ട് എന്നുള്ളത് സയൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോഴാണ് പറയുന്നത് വേദത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ കണ്ടുപിടിച്ചില്ല, സയൻസിനൊന്നും അറിയാൻ പറ്റാത്ത കാര്യം ഒരു കുന്തുമില്ല. എല്ലാ സയൻസും കണ്ടുപിടിച്ച് കഴിഞ്ഞു.
ഇനിയും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. ഡാർക്ക് എനർജി പോലുള്ള സംഭവങ്ങൾ എന്താണെന്നുള്ളത് ഇതുവരെ സയൻസ് മനസ്സിലാക്കിയിട്ടില്ല. ഡാർക്ക് എനർജി പോലുള്ള സംഭവമൊന്നും വേദത്തിലില്ല. അതൊക്കെ മനുഷ്യർ കണ്ടുപിടിച്ച സാധനങ്ങളാണ്. പ്രപഞ്ചത്തിലെ ഈ ബഹിരാകാശത്തും ബഹിരാകാശ പേടകത്തിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. അതൊന്നും വേദത്തിലില്ല. അതൊക്കെ ജനങ്ങൾ കണ്ടുപിടിച്ച, മനുഷ്യന്മാർ കണ്ടുപിടിച്ച സംഭവങ്ങളാണ്. അവിടെയൊക്കെ താമസിക്കാൻ പറ്റുന്നുള്ളത്. മനസ്സിലായില്ലേ? വേദത്തിൽ പറയുന്നത് ഉണ്ടാക്കിയ ഒരു സൃഷ്ടിയിട്ടുണ്ട് ഭൂമി, അതിൻ്റെ ഉള്ളിൽ മാത്രമേ താമസിക്കാൻ പറ്റൂ എന്നാണ്. പക്ഷേ ഇപ്പം മനുഷ്യൻ പല സ്ഥലങ്ങളിലും താമസിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യന്മാർ കണ്ടുപിടിച്ച സംഭവങ്ങളാണ്. അതിനൊക്കെ അപ്ഡേഷൻ വന്നു. അതൊന്നും തെറ്റൊന്നല്ല, അതെല്ലാം ഉള്ളത് തന്നെയാണ്. പക്ഷെ അതിനെക്കാട്ടിലൊക്കെ അത് അന്നത്തെ ആൾക്കാർക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾ അവർ എഴുതി വെച്ച സംഭവങ്ങളാണ്. അന്നത്തെ ആൾക്കാർക്ക് എന്തൊക്കെ അറിയാം അതൊക്കെ അവർ എഴുതി വെച്ചു. എഴുതി വെച്ച അവരുടെ ഭാഷയിൽ എഴുതി വെച്ചു. അതൊക്കെ ഡീകോഡ് ചെയ്തെടുത്തിട്ടാണ് ഇന്ന് വേദം എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനേക്കാളൊക്കെ എത്രയോ അപ്ഡേഷൻസ് സംഭവിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഇപ്പം പറയാണ് ആ വേദ ഇപ്പം പറയാണ് ആ വേദവും തെറ്റാണ്, നമ്മളെ SMS മെഡിറ്റേഷൻ പ്രപഞ്ചമാണ് എല്ലാം ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല മക്കളെ നിങ്ങളൊക്കെ എന്താണ് കണ്ടിട്ടുള്ളതെന്ന്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. മുല്ലപ്പെരിയാർ ഡാമൊക്കെ പൊട്ടും, അത് പൊട്ടില്ല എന്ന് ആരും പറയുന്നില്ല. അതൊക്കെ പൊട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് എത്രയും പൊട്ടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം എന്താ വെച്ചാൽ എത്രയോ ജനങ്ങളാണ് അതിലൂടെ ഇല്ലാതാവുന്നത്. അത് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രപഞ്ചത്തിനോട് പ്രാർത്ഥിച്ചോ, നമ്മൾ മര്യാദയ്ക്ക് ദൈവങ്ങളോട് പ്രാർത്ഥിച്ചോളാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രപഞ്ചമല്ല ദൈവം, നമുക്ക് പരബ്രഹ്മമാണ് ദൈവം. അപ്പം പരബ്രഹ്മത്തോട് നമ്മൾ പ്രാർത്ഥിച്ചോളാം. നിങ്ങൾ പ്രപഞ്ചത്തോട് പ്രാർത്ഥിച്ചോ, ഒരു കുന്തവും നടക്കാൻ പോകുന്നില്ല. ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ വല്ലതും നടക്കും. ഇത് സൃഷ്ടിച്ച ദൈവമുണ്ട് എന്നാണ് വേദത്തിൽ പറയുന്നത്. അപ്പം പിന്നെ അതിനിലൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണ്ട്. അപ്പം ഇത്രയാണ് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.